നമസ്കാരം. PC ജോർജ് ഇനി BJP-യിലാണ് പ്രവർത്തിക്കുക. ഡൽഹിയിലെ BJP ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ ഇന്ന് PC ജോർജ് BJP-യിൽ അംഗത്വം സ്വീകരിച്ചിരിക്കുകയാണ്. കോട്ടയം ജില്ലാ പഞ്ചായത്ത് അംഗവും PC ജോർജിന്റെ മകനുമായ അഡ്വക്കേറ്റ് ഷോൺ ജോർജും ജനപക്ഷം പാർട്ടി സെക്രട്ടറി ജോർജ് ജോസഫും BJP ദേശീയ നേതാക്കളിൽ നിന്ന് PC ജോർജിനൊപ്പം അംഗത്വം സ്വീകരിച്ചിട്ടുണ്ട്. BJP ദേശീയ ജനറൽ സെക്രട്ടറി രാധാ മോഹൻദാസ് അഗർവാൾ, ദേശീയ സെക്രട്ടറി അനിൽ കെ ആന്റണി, കേരള സംസ്ഥാന പ്രഭാരി പ്രകാശ് ജാവേദ്കർ, കേന്ദ്രമന്ത്രിമാരായ V മുരളീധരൻ, രാജീവ് ചന്ദ്രശേഖർ എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു പാർട്ടി പ്രവേശനം നടത്തിയത്. വൈകിട്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ദേശീയ അധ്യക്ഷൻ JP നദ്ദ എന്നിവരുമായി PC ജോർജ് കൂടിക്കാഴ്ച നടത്തും എന്ന വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ജനപക്ഷം സെക്യുലർ പാർട്ടി നേതാവും പൂഞ്ഞാർ MLA-യുമായിരുന്ന PC ജോർജ് കഴിഞ്ഞ ദിവസമാണ് BJP-യിലേക്ക് പ്രവേശിക്കും എന്ന സൂചനകൾ നൽകിയത്. ഇന്ത്യയിൽ ഏറ്റവും മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പിന്തുണ നൽകുന്നു എന്നതാണ് ശരി എന്നതായിരുന്നു PC ജോർജിന്റെ പ്രഖ്യാപനം. ഇതിന്റെ അടിസ്ഥാനത്തിൽ താനും തന്റെ പാർട്ടിയും തന്റെ പാർട്ടിയിലെ ചില വ്യക്തികളും കൂടെ BJP-യിൽ ചേരുമെന്ന് PC ജോർജ് പ്രഖ്യാപിച്ചിരുന്നു. ഇപ്പോൾ അത് നടപ്പിലായിരിക്കുകയാണ്. താനടക്കമുള്ള ജനപക്ഷം അംഗങ്ങൾ BJP-യോട് ചേർന്ന് പ്രവർത്തിക്കാനാണ് ആഗ്രഹിക്കുന്നതെന്ന് PC ജോർജ് വ്യക്തമാക്കി. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാക്കാൻ BJP ആവശ്യപ്പെട്ടാൽ മാത്രം താൻ മത്സരിക്കുമെന്നും PC ജോർജ് അറിയിച്ചു. പാർട്ടിയിൽ ചേർന്നു കഴിഞ്ഞാൽ സ്ഥാനാർത്ഥിത്വം തീരുമാനിക്കുന്നത് പാർട്ടിയാകും എന്നതിനാൽ നേതാക്കളുടെ നിർദ്ദേശപ്രകാരമായിരിക്കും തന്റെ നീക്കങ്ങളെന്നും PC ജോർജ് അറിയിച്ചിരുന്നു. തുടർന്ന് ജനപക്ഷം തങ്ങളുടെ 3-അംഗ സമിതി ഡൽഹിയിൽ എത്തിച്ചേരുകയും BJP-യുടെ നേതാക്കളുമായി ചർച്ച ചെയ്യുമെന്നും കഴിഞ്ഞ ദിവസം PC ജോർജ് അറിയിച്ചിരുന്നു. ഇന്നത് പ്രാവർത്തികമായി. PC ജോർജ്, ഷോൺ ജോർജ്, ജോർജ് ജോസഫ് എന്നിവരാണ് കേന്ദ്ര നേതാക്കളെ കണ്ട് ഇന്ന് പാർട്ടിയിലേക്ക് വന്നിരിക്കുന്നത്.